വായും വിളിച്ചാണ് ഇരിക്കുന്നതെന്ന്. അല്ല ഇത് ജോണി മാമന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെയും ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ വാറ്റിക്കോൺ ഗോക്കു പുതിയ ബെസ്റ്റ് ഫ്രണ്ട്. പുതിയ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും കഴിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഇത് കഴിച്ചില്ലാന്ന് രണ്ടു കുട്ടി ഇല്ല. അയ്യോ കഴിച്ചില്ല. അയ്യോ വിശക്കണം. കുട്ടിയുടെ എന്താ ഗാങ് ഹൗസിൽ നിന്ന് കിട്ടുന്നില്ലേ? എന്തിനാ 1000? സത്യം ആ ചോളെങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റണം. വെളുത്തുള്ളി ഉണപ്പിക്കൽ. കാട്ടുള്ളി. Do you know കാട്ടുള്ളി? Forest ഉള്ളി. Forest garlic. Yeah, forest garlic. Yeah, that is forest. Yeah. പിന്നെ കാട് ഫോറസ്റ്റ് ഗാർലിക് ഉള്ളി ഗാർലിക് ഫോറസ്റ്റ് ഗാർലിക്. പൂണ്ടിരാജയുടെ മറ്റേ ടൗല് കണ്ടോ? ടൗല് നമ്മള് ഞാൻ സംസാരിച്ചോ. സീരിയസ് വരെ വഹിച്ചു പോകത്തില്ലേ? ഞാൻ സംസാരിച്ചോ. വൈറ്റ് ഗാർലിക്. പിന്നെ താര മുടിയിലോക്ക് താരനുണ്ട്. മനസ്സിലായില്ലേ? അയ്യേ ഏറി പോയല്ലോടോ തമാശ. നീ അടുത്തുണ്ടോ? ളിയാ മിസ്റ്റർ വാറ്റിഗോക്കു. This is me. Yes. Meet Mr. Vachigoku, stupid guy. ഇതൊക്കെ നമ്മൾ ഡെയിലി കേട്ടിച്ചിരിക്കുന്നതല്ലേ? നമ്മള് ഡെയിലി. This is Aju, 80 years old. Tomorrow night. What? I'm sorry. This is Anu, 80 years old. Tomorrow night. 80 years old. Oh, Jokana, you're 8 years old. You're so very young. I guess he is old. I guess he's like 80 years. That's the reason he's saying. Anu is just 8 years. You are very young, Anna. Don't worry. ഗോകു പൈസ കൊടുത്ത് എത്തിച്ചാണല്ലോ ഇത്. പൈസ കൊടുത്തു. ലോങ് ടൈം കമ്പനി ബ്രോ. ലോങ് ടൈം കമ്പനിയോ? ലോങ് ടൈം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യട്ടാ. എന്റെ പൊന്ന് ജോണി, ഇവിടെ നിക്കണ്ടായിരുന്നോ? ഗോകു ഇവിടെ കിടന്ന് ഒരുങ്ങുമല്ലായിരുന്നോ? ഒരു ഞാൻ എന്താ ക്യാൻഡിലോ? അതങ്ങനെ മനസ്സിലായോ? ഞാൻ മെഴുകുന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. ആ കോഡ് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് പറഞ്ഞത്. ആരാ വിളിച്ചേ? ആരാ വിളിച്ചേ? എന്റെ ഭൂമി എന്ത്? അതിന്റെ താഴെ കണ്ടുകൂടാ പൊട്ട. ഞാൻ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കണം? ഭ്രാന്തനായ തണുപ്പുണ്ടോ ഇനി? ബാല നീ ക്യാരി ഓൺ. എന്താണ്? അല്ല ഓ മറ്റേ ഹോസ്പിറ്റൽ കേസാണോ? മറന്നു ആ കേസ്. ജോക്കാണ്. എനിക്ക് നേരത്തെ കണ്ണിന് കാഴ്ചക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ പിന്നെ ഐറ എന്തോ ഒരു മരുന്ന് തന്നപ്പോഴത്തേക്ക് ഏകദേശം അത് ശരിയായി. പേരെന്താ? ആയിരോ? എന്തിനാ പേര്? ഐറ. ഐറ. അല്ലെങ്കിൽ പേരുണ്ട. Did you eat any food? మీరు ఏమైనా తిన్నారా? పుండి ఐరా. Yes. మీరు ఏమైనా తిన్నారా? ఇప్పుడే తిన్నాను. അതുണ്ടെന്ന് അറിയത്തില്ലേ നമുക്ക്. Can we go and eat dosha? Do you like dosha?
మనం వెళ్ళి దోశ తిందామా? మీకు దోశ అంటే ఇష్టమా? మీకు దోశ అంటే ఇష్టమా? ഐറ ഐറ നിങ്ങള് ഏത് ദോശയാണ് ഉദ്ദേശിക്കുന്നത്? മസാല ദോശ. ഐറ ഓ ഓ మీ പറയൂ. കുടുംബം എല്ലാം ഉണ്ട്. മാ കുടുംബം. അതിനും പറ്റുന്നത് ഞാനായിരുന്നേ. మీరు ఎలా మీ ఉన్నారు? కుటుంబం എല്ലാം ఏ ఐరా మీరు ఎలా ఉన్నారు? ഇന്നറോ నేను బాగున్నాను. మనం వెళ్ళి దోశ తిన్నారా? ఎక్కడికి వెళ్ళి దోశ తిన్నారా? ఎവിടെ పోయి దోశ తిన్నారా? 9077 మనం వెళ్ళి ദോശ തിന്നാമാടാ. 975. ഓ ഞങ്ങള് പോയിട്ട് ദോശ കഴിക്കുക അതാണ് അതല്ലേ പറഞ്ഞേ? ഐറ യെസ് യെസ് പറയൂ. മസാല ദോശ തിന്നാറാ? ഗീ റോസ്റ്റ് മസാല ദോശ 9075 ആണ്. 9075. ഇവിടെ എത്തി നമ്മളെത്തി. ഇതാണ് 907. എന്ത് ചെയ്യടാ നിന്റെ ദോശ? ഇവിടെ ഇതിനപ്പുറയാണോ പോണ്ടേ? ഇറങ്ങണോ? അപ്പുറത്ത്. അപ്പുറത്തെ സൈഡ് അത് മതിലടിപ്പാനോ? ഓടിപ്പോ അങ്ങോട്ട് വാ. We reached the restaurant, Kabir. Okay. അല്ല ഒന്ന് സ്പീഡിനാ. മേരി കളി വടു പ്ലൂറോ ഏത് ഫാച്ചിതേ മലയാളം തന്നെ എനിക്ക് വായിക്കാൻ ആളെ ജോക്കി നേരെ കൊച്ചിന്റെ അടുത്ത് എന്നിട്ട് ബോഞ്ചേ സാറാ നോക്കി. ബോഞ്ചേ സാറാ ఐరా వాళ్ళే യെസ് പറയൂ. భోంచేసారా? చేశాను ఇప్పుడే తిన్నాను కదా. ഇങ്ങോട്ടോ ഞാൻ തിന്നാരി ഉച്ച ചേപ്പണ്ടി. എനിക്കും തെലുങ്കൊക്കെ അറിയാം. പിന്നെ ഞാൻ പിന്നെ ഞാൻ തിന്നാരി ഉച്ച ദേശപടി. എന്ത്? ഞാൻ തിന്നാരി ഉച്ച ദേശപടി. ഉച്ചയ്ക്ക് പട്ടി ഇറച്ചി തിന്നെന്ന് പറഞ്ഞു. ബോഞ്ചേ സാറാ അത് ഞാൻ ചോദിച്ചാ അത് വിടായിരാ കുഴപ്പമില്ല. കുഴപ്പമില്ല, മലയാളത്തിൽ സംസാരിക്കാം, എനിക്ക് മനസ്സിലാവും. നമുക്ക് പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന ഭയങ്കര ഇഷ്ടം, മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചും കൂടെ സംസാരിക്കാലോ. എന്നെ തെലുങ്ക് പഠിപ്പിച്ചു തരാന്ന് ഏറ പറഞ്ഞല്ലേ? ഏറ കൊറേ കാലമായിട്ട് വിചാരിക്കുവാണേ. ബാല എന്നെ താര തെലുങ്ക് പഠിപ്പിച്ചു തരാന്നോ? എന്നെ ഒന്ന് പഠിപ്പിച്ചതാ. എന്നാ പൈത്തൻ പഠിക്കോ. പതുക്കെ അവര് ഇൻവൈറ്റ് ചെയ്ത് എല്ലാരും എത്തിയാ. അതൊക്കെ ഇനി എഴഞ്ഞു വരുമ്പോ എത്ര നേരം. അളി ഇപ്പോഴത്തെ വൈറൽ ദോശ അളിയാ, പുതിയ ഫ്ലേവറാ. അലീനേരെ വാള് അതാണ് ഫ്ലേവർ. അളി ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ അടുത്ത് ഒരു പെണ്ണ പറഞ്ഞില്ലേ സോയാബീൻ. അത് ശരിയാട്ടോ, പിറകെ കണ്ടില്ലേ സോയാബീൻ. വൃത്തിയുടെ മുറിക്കാൻ നല്ലതാണ്. അത് നീകൻ ജോലി കയറി. കുറച്ച് പയ്യെ പോടാ. ആക്കറന്ന് കാണിക്കല്ലേ നീ. ഇത് നമ്മുടെ തട്ടുദോശ, മസാല ദോശ, നെയ്റോസ്, ചായ, വട, കാപ്പി എല്ലാം ആണ്. നേരത്തെ പറഞ്ഞ ദോശ. അതെ ദോശക്കട പുതിയ ദോശ. ഇങ്ങോട്ട് പുതിയ ബിസിനസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മനസ്സിലായില്ലേ? സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ ഉണ്ട്. ദോശ ഉണ്ടാക്കിക്കോ, പക്ഷെ കഞ്ഞി പാറ്റിയിടല്ലേ. അല്ലല്ല പാല, നീ ആയോണ്ട് ആർത്തും പറയില്ലേ, നീ കഴിക്കണ്ട ദോശ കേട്ടാ. ആണോ? പ്രശ്നമാണോ എന്തേലും? അതെ, പുതിയൊരു ഫ്ലേവർ. എന്ത് ഫ്ലേവർ എന്നറിയോ? എന്താ? അലീനേരെ വാള്. ദോശ ഉണ്ടാക്കിയോണ്ട് വിൽക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കിയപ്പോഴേ വാള് വെച്ച് അത് ഒരു തുള്ളി അങ്ങോട്ട് വീണ്. എനിക്ക് 1 കോടി തന്നിട്ട് പറഞ്ഞു ഇത് വിറ്റെടുക്കണമെങ്കിൽ 1 കോടി കൂടെ തരാന്ന്. നീ കഴിക്കണ്ട. ഞാൻ കഴിക്കാത് നോക്കാൻ പോലും നിക്കത്തില്ലല്ലോ. ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയത്തില്ല. സൂര്യ അല്ല, സ്പെഷ്യൽ ദോശ എന്തോണ്ടെന്ന് പറഞ്ഞു?
കാര്യം പറയട്ടെ മുണ്ടി, ഈ ചെറുക്കൻ നല്ല ഭാവിയുണ്ട് കേട്ടോ. പഠിക്കുന്ന മരം കുത്തിയാടാ നീ? സൂര്യ ദോശമുള്ളപ്പോ ബർഗറോ? സൂര്യ അണ്ണൂന് സ്പെഷ്യൽ ഫ്ലേവർ, അണ്ണൂന് സ്പെഷ്യൽ ഫ്ലേവറാ. ആ ഗണപതി അല്ലയോടാ ഇത്? എന്താണ് ആ നീ അടിച്ചു പോയി. പൊട്ട് മാത്രമേ ഉള്ളൂ, ഒഴിച്ച് ഗണപതി ദോശ എന്താണ് അലീന? തട്ടുകട വല്ലതും തുടങ്ങാനാണോ? ഇല്ലല്ല, അത് ഇവന് കഴിവുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. ആണല്ലേ? അവളുടെ ഒരു ഞാൻ ആഗ്രഹം. FPP ഇട്ട് എങ്ങനെയാണോ അത് മാറ്റുന്നത്? എന്തായാലും ആദ്യത്തെ ദോശ മാറ്റണം, ടേസ്റ്റ് ചെയ്യും. നേരത്തെ വണ്ടി ഇരുന്ന് ദോശയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? അല്ലല്ല നമ്മുടെ ഗോഡ് ഫാദർ അണ്ണു ആണേ. ഗോഡ് ഫാദർ അണ്ണു കഴിക്കാണ്ട് നമ്മള് തൊടത്തില്ല. ആ ജോക്കി ഇങ്ങൊന്നേ ജോക്കി അണ്ണു പോയി. Are you sure? Yes, of course. എടോ ഞാൻ വെറുതെ കള്ളത്തരം പറയൂടൂ. ഗോഡ് ഫാദർ ഇല്ലേ? അല്ല അത് അറിയാം. പോയി. അല്ല ഇത് അല്ല വന്നതും പോയതും എല്ലാം പെട്ടെന്നായി പോയി. അല്ല ആ ജോക്കി ആ അതൊക്കെയാണ് മെയിനാണ്. ഈ ഫോട്ടോ നോക്കി നോക്കി ഇതാണ് മെയിൻ താഴെ ഇതോ ഫങ്കാൻസോളോ? അല്ല ഫോട്ടോ ഉണ്ടല്ലേ മെന്നി ഓ അതായിരുന്നല്ലേ. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോട്ടെ. നമുക്ക് നമുക്ക് പിടിച്ചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോണവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോട്ടെ. പോയതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഇതാവുന്ന എന്തിനാ, ബേജാറാവുന്ന എന്തിനാ? ഇതിപ്പോ പെട്ടെന്ന് വന്നു പോയി. അതില് ഇത് പല പണ്ടോട്ടേ ഉള്ളവരല്ലല്ലോ ഇപ്പൊ പോയത്. റീസൺ എന്താന്ന് വെച്ചാ ഇതുവരെ നമ്മൾ അറിയുന്ന ഒരു റീസണിന്റെ അകത്ത് നടന്നിട്ടില്ല. അപ്പോ പുള്ളിക്ക് പോണം തോന്നിക്കാണും പോയി. അതിൽ നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ കിടന്ന് അടിവിട്ടിട്ട് കാര്യമില്ല. അലീനെ ഇങ്ങോട്ട് ഒന്നാണ് കൊടുത്താ, അന്നിന് കൊടുത്താ കഴിച്ച. അണ്ണു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മസാല എങ്ങനെ ഉണ്ടായിരുന്നു? മസാല കുറച്ച് പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ മസാല ആയിരുന്നു അത്. ഞാൻ കുറച്ച് അപ്പം കഴിച്ചോ? ഞാനേ മറ്റേ നിങ്ങളെ കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അയ്യോ അണ്ണു എന്തിട്ട് ബോധം പോയോ? ഓ കഴിച്ചിട്ട് ബോധം പോയതല്ലടോ. പെട്ടെന്ന് ഇത്ര എരിവുള്ള ദോശ കഴിച്ചപ്പോഴേ അസിഡിറ്റി ഒന്നും കഴിക്കാതെ കഴിച്ചപ്പോഴേ അതാണ് കമഴ്ന്നെടുക്കണം. നീ ആ ചെറുക്കനെ കൊണ്ട് ദോശ ഉണ്ടാക്കി. അല്ല എനിക്കൊരു കുറ്റസമ്മതം നടത്തണം. കുറ്റസമ്മതം ഇല്ല എന്റെ പൊന്നു മോളെ, ഒന്ന് വെളി ഇറങ്ങി നിൽക്കാവോ? അല്ല ജോണി പാപ്പാ എന്തോ എല്ലാരും എനിക്കൊരു കുറ്റസമ്മതം നടത്തണം. ജോക്കി എന്തായിരുന്നു? നമ്മള് സത്യം പറഞ്ഞ ഒരു ബിസിനസ് ഇടാൻ വന്നതാ, ദോശ ബിസിനസ്. അതിന് നല്ല ഒരു 50 ലക്ഷത്തോളം കൊടുത്താണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചത്. കുക്ക് ചെയ്തോണ്ടിരുന്നപ്പം പെട്ടെന്ന് അല്ലിനേക്ക് വാള് വെക്കേണ്ടി വന്നു. അങ്ങനെ വാഷ് ബേസിനും വാള് വെച്ച് വാഷ് ബേസിൻ തെറിച്ച് നമ്മുടെ ജോണി അതാണോ ചമ്മന്തിയായിട്ട് വന്നേന്ന്? ജോണിയാമ്മ
അത് തമാശ അല്ല, അത് സത്യ. ജോക്കി അവളുടെ വാളാണ് ജോണി ഞാൻ കഴിച്ചത്. കാര്യം പറയട്ടെ, ഉം. ഞാൻ സാമ്പാർ കഴിച്ചേ. ജോണി മാമ, ജോണി മാമ ഉം, ഞാൻ അതിനെ കറങ്ങിയ ഛർദിച്ച്. ആ എന്നിട്ട് ചമ്മന്തി ഉം. അല്ല ചമ്മന്തി അലീനെ ഛർദിച്ചു. അതിന് അലീനെ ഛർദിക്കുന്നതിന് എന്തിനാണ് ഇപ്പൊ പ്രശ്നം? അത് സാമ്പാറിലും എല്ലാത്തിലും വീണ് ദോശ. വേറൊരു കാര്യമുണ്ട് മറ്റേ ആ, ജോക്കി ആ. ജോസ് പ്രകാശിന്റെ ഇതുകൊണ്ട് തൂക്കിട്ടേക്കുന്നുണ്ടോ അതങ്ങോട്ട് തിന്നാലും എന്ത് അത് ചോദിക്കാനാ ഇത്? ചെയ്യുന്നുണ്ടല്ലേ? മോനെ ഞാനൊന്ന് കമന്ന് കടന്നു കേടാ. ഇങ്ങേർക്കൊരു ഇതുമില്ല. ദോശ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും? പിന്നെ അങ്ങേർക്ക് ബുദ്ധി വിദ്യാഭ്യാസം ഇല്ല പറഞ്ഞിട്ട്. ജോണി എന്റെ സമയം പോയി. പറയല്ലേ 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 അങ്ങേർക്ക് മനസ്സിലൊന്നും ആയില്ല, എന്ത് ചെയ്യേ? അല്ല ഒരു ഇത് ആ, അയ്യോ! അലീന ഇത് അത് തന്നെ ഞാൻ പറഞ്ഞു. കണ്ടപ്പോഴേ ഞാനിതിന് നാണിക്കുന്നേ. ജോക്കി എനിക്കൊരു കാര്യം പറയട്ടെ ജോക്കി. ആ, എടോ ഒന്ന് തടവി കൊടുക്കണോ വൃദ്ധ? മോളെ ഇത് എത്ര പേരെ ഇപ്പൊ തടവുന്നേ? മോളെ പതുക്കെ പതുക്കെ ഓക്കെടാ, ഓക്കെടാ. ഞാനിപ്പോ തടവട്ടെ മോളെ. ഒന്ന് പറയൂ. ഒരു മിനിറ്റ് മോളെ തടവ. മോളെ ആശ്വസിക്ക് ആശ്വസിക്ക്. മോളെ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ വെള്ളം കൊടുക്കടാ. മോളെ എന്താണ് മോളെ പ്രശ്നം? എന്താണ് പ്രശ്നം? വെള്ളം അയ്യോ 2 ദിവസമായി അണ്ണു അറിഞ്ഞൂടെ എന്താന്ന്. എന്ത് പറ്റി? ഛർദില? കഴിച്ചതിന്റെ വല്ലതും ആയിരിക്കും എന്റെ പൊന്നു കുഞ്ഞെ. കഴിച്ചതിന്റെ വല്ലതും എന്തിനാ ഈ ഛർദ്ദിക്കുന്നത്? ചന്ദ്രന് ഇതാ പറഞ്ഞേ. ആയിരിക്കും. ജോക്കി ആ മുഖത്തെ പ്രഭാവലയം കണ്ടിട്ട് എനിക്ക് ഛർദ്ദി. വേറെന്തൊക്കെയോ തോന്നുന്നു. You mean തൂറ്റൽ? ഇയാള് അല്ല. കൂടുതലൊന്നും തോന്നിക്കല്ലേ. ഇവിടെ ഗ്യാങ്ഹോസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടോ കെല്ലി ഇന്ത്യയോടോ ആ പെണ്ണിന്റെ അവള് 9:45 ഇങ്ങനെ നിക്കാണ്. 10 ആവാത്ത എന്ത് അത് ആ മതാര വിചാരിക്കണമെന്ന്. ആര്? എന്ത്? വിചാരിക്കുന്നേ? മന്ദാരമാണ് ഈ ഇവിടുത്തെ വൈറ്റാട്ടി ഒഫീഷ്യൽ വൈറ്റാട്ടി. അപ്പം ഐ മീൻ മറ്റേ നമ്മുടെ ഇവളുണ്ടല്ലോ മറ്റേ ഡേസിയുടെ പ്രസവം എടുത്തതെല്ലാം ഡ്രൈവിംഗ് കണ്ടാന്നാ അവനാണ് ചെയ്യുന്നത്. അവന്റെ ടൈം നോക്കിട്ട് വേണം ഇനി ആ അവന് വയ്യാണ്ടിരിക്കലടാ ഈകളിന്. വരെ പിന്നെ വേദന അവൻ നോക്കിയാ സഹിച്ചിട്ട് ഗുളിക കൊടുത്തിട്ടുണ്ടെന്ന് വേദന അത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം സെറ്റ് ചെയ്തായിരുന്നു. ഇനി ഫോർസ കളിക്കുമ്പം അന്ന് ഒരു പയ്യനാണെങ്കിൽ ഉണ്ടാക്കിയതാ, നേരത്തെ ഉണ്ടാക്കിയതാ. അത് ഇത്ര ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു. അത് സാധനം കാണിച്ചു തരാം. ഇതല്ലല്ലോ. ആ കടാ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്തുവാ മറ്റേ ഇതിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി, മനസ്സിലായ? അപ്പം ഭയങ്കര കേട്ടാ പോയിന്റ് ടേബിൾ ഏത് ഇത് ഒരു പയ്യൻ ഉണ്ടാക്കി. അത് പയ്യൻ്റെ പേരെന്തിരുന്ന് മറന്നുപോയി. ആരായിരുന്നു എന്തോ. ഓക്കേ ബാല അത് യെസ്. വേറെ പണിയത്തില്ലടാ നിനക്ക്? എന്താണ്? അല്ല ബാലനും ഐറയായിട്ട് എങ്ങനെ ബന്ധം? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. ആ എൻ്റെ അടുത്ത് അന്നു ഇങ്ങനെ ചോദിച്ചു. അന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ടി വിയിൽ ഇപ്പം കുറെ പിള്ളേരുള്ളല്ലേ. അപ്പൊ ഇങ്ങനെ അന്നു ഇപ്പൊ ഏത് പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചാലും അന്നു ചോദിക്കുന്ന സിംഗിൾ ആണെന്ന്. അപ്പം അന്നു കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ ഒരു മടി. അപ്പം സിംഗിൾ ആണെന്ന് ചോദിച്ചു. പെട്ടെന്ന് പറ. ആര്? പെട്ടെന്ന്. ഓക്കെ അന്നു ആണ്. ഐറ മോളെന്ന് മാറി നിൽക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ ഞാൻ പറഞ്ഞല്ല. ഞാൻ കാര്യം പറയട്ടെ ഗോകു. നീ പണ്ട് വെച്ചോണ്ട് നടന്നൊരു അല്ല നിന്റെ ഒരു സാധനം കളഞ്ഞു പോയില്ലായിരുന്നോ? എടാ പോസ്റ്റിലോട്ട് നോക്കടാ മന്ദാരക്കണ്ണ.
Brilliant തമാശ, brilliant തമാശ. ബാല. എനിക്കത് കാണത്തില്ല കണ്ടില്ല എടാ ഈ ഭിത്തി നോക്കടാ. ഇല്ല എനിക്കത് കാണത്തില്ലേ. അത് നിനക്ക് ഇല്ലാത്തോണ്ടാ. ആയിരാ. Yes, yes, പറയൂ. അലീന ദിസ് ഈസ് ഐറ. ജോണി മാമ ഇനി വന്ന് അലീന? Alina? അലീന Yes. മീറ്റ് മിസ്സസ് ഐറ. എനിക്കറിയാം ഐറെ. പേരല്ലേ? മിസ് ഐറ. മിസ് Miss. അല്ല അത് അല്ല അങ്ങനെ ആവണോ താല്പര്യം ഉണ്ടെങ്കിൽ ആവാം ഉള്ളതാണ്. This gun is so funny, sir. This one guy is so funny. അവള് തന്നെ തിരുത്തി പറഞ്ഞു മിസ്സാന്ന്. അല്ല അങ്ങനല്ല, അങ്ങനെ ആവണമെങ്കിൽ ആളുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അലീന, മോളെ ഞാൻ കാര്യം പറയട്ടെ, വാറ്റ് എന്തിനാ ഈ ഹുഡി ഇട്ടേക്ക് നടക്കുന്നതെന്ന് അറിയാവോ? പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാനാന്ന്. പക്ഷെ ആ മോഹന്റെ പകുതി വൃത്തിയടങ്ങ് മാറി കിട്ടി കുട്ടി കാണണല്ലോ. അലീന അയ്യോ എനിക്കൊന്നും കേക്കാൻ വയ്യേ. എന്തായിരുന്നു കോമഡി? ഞാൻ കേട്ടില്ല. തോന്നേ ഉള്ളൂ. Happy അല്ലേ? വാറ്റ് പോവല്ലേ നീ? ഐറ നമ്മളിങ്ങനെയൊക്കെ കളിയാക്കുമെങ്കിലും നേരെ കൂടെ നിന്നാ എനിക്ക് പെണ്ണ് കിട്ടില്ല. ഐറയ്ക്ക് ഒരു ഭാവി ബോയ് ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഐറയുടെ ഒരു എന്നെ പോലെ ആയിരിക്കും. ജോണി. ഐറ, Yes, yes. meet Mr. Vatugogu, the one and only Vatugogu. ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ നിനക്ക് രണ്ടുണ്ടോ? അച്ഛന്റെ കാര്യമല്ല പറഞ്ഞത്. അത് നല്ല തമാശയായിരുന്നു ഗോകു. അല്ല, Okay. ഇതൊക്കെ ഒരു ഫണ്ണാണ് ഐറ. വാറ്റിന്റെ ഓരോരോ ഫണ്ണി തമാശകളാണ് ഇതൊക്കെ. സിറ്റിയിലെ ഐറ വാറ്റ് നമ്മള് 10 വയസ്സ് മാത്രമേ സംസാരിക്കത്തില്ലായിരുന്നു. ഐറ വാറ്റ് എന്തോ 10 വയസ്സ് വരെ സംസാരിക്കത്തില്ലായിരുന്നു. ഐ മീൻ അവൻ സംസാരിക്കത്തില്ലായിരുന്നു. അവന്റെ സ്പീക്കിംഗ് കേപ്പബിലിറ്റി ഇല്ലായിരുന്നു അവന്. അവൻ 10 വയസ്സ് വരെ സംസാരിക്കത്തില്ലായിരുന്നു. മാതൃഭാഷ അതെ, സംസാരിക്കത്തില്ലായിരുന്നു. അപ്പാപ്പനില്ലയോ? ഓ അതെ. അപ്പാപ്പൻ എന്തോ ഒരു പരിപാടി പിന്നെ പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്. അതെന്ത് പരിപാടി ചോദിക്കണം? അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ തൊണ്ടേ പിടിച്ചുള്ള ഫിസിയോതെറാപ്പി എന്റെ പൊന്ന് ബാല. മനസ്സിലായി. ഈ സാധനത്തില് പിന്നെ വാറ്റ് ഗോകു വളർന്നു പന്തലിച്ചു. സാർക്ക് ഇനി നീ റേഡിയോ സംസാരിച്ച മോഹൻ അടിച്ചിരിക്കുന്നുണ്ട്. നീ അടുത്ത ഗാങ് സ്ലോട്ടി ഇല്ലേ? നീ അടുത്ത തവണ പുറത്താണേ. ഓൾറെഡി അപ്പം ഐറ, Yes. അപ്പം വാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്രില്യന്റ് ഗെയിം ടി വി. പണ്ട് വാറ്റിന് ഒരു സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. Okay. പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റിന്റെ ആണ്. പക്ഷെ ഇപ്പം ഐറ വാറ്റ് തിരിച്ചു വന്ന് വാറ്റ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ ഐറയ്ക്ക് മനസ്സിലായില്ലേ ഐറ? Looking for എന്ത്? ഐറ അത്രയും സുന്ദരനും സുമുഖനുമായിട്ട് നിൽക്കുന്ന സമയത്ത് വാറ്റേ ഐ ലവ് യു വാറ്റണ്ണൻ ജോക്കി നമ്മുടെ ഗോഡ് ഫാദർ. ഐ ലവ് ജോക്കി. ഐ ലവ് അണ്ണു. അതല്ല എന്നെ ഐറ അതെ സ്നേഹം കാരണം ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു പറയുന്നത് മനസ്സിലായോ? ലൈക്ക് ആക്ച്വലി റിലേഷൻഷിപ്പ് Okay. ഐറയ്ക്ക് തെലുങ്ക് അറിയാലോ? എനിക്ക് తెలుగు നല്ല രീതിയിൽ నాకు తెలుసు రా, నీకు తెలుసా? ഇവിടെ മറ്റേ റായൻ ബ്രോ ചെത്ത് കിടക്കുന്ന ടിവി ഡ്രസ് ഷോപ്പില് എടാ അത് നേരത്തെ കറണ്ട് പോണതിന് മുമ്പ് ഒന്ന് ചത്തതാ. എന്റെ മുന്നിൽ ഒന്ന് ചത്തതാ. ഓക്കെ ശരി. തെലുങ്ക് സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പൊ నేను నేను కొడతాను. നീ ഇപ്പൊ എന്തിനു പറഞ്ഞത്? കൊച്ചേസ്ഥാനോ നീ ഇപ്പൊ എന്തിനാ പറഞ്ഞത്? അല്ലല്ല അവൻ ഇപ്പൊ എന്തിനു പറഞ്ഞു? നീ ഇപ്പൊ എന്തിനു പറഞ്ഞത്?
എന്താ പറഞ്ഞപ്പോ? പെണ്ണിനെ വെടിവെക്കല്ലേ? അല്ലല്ല നീ ഇപ്പൊ എന്തൊരു അല്ലല്ല നീ ഇപ്പൊ എന്തൊരു പറഞ്ഞത് അല്ലല്ല ജോക്കി വെയിറ്റ്, നീ ഇപ്പൊ എന്തൊരു പറഞ്ഞത്? ആ വാക്കിന് മേല അതല്ല ജോക്കി അന്നു അവൻ പറഞ്ഞതേ. മാറ്റേ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറ. എടാ പൊട്ടങ്ങണ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ എനിക്ക് ജോക്കി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എനിക്ക് നാണാവൂലേ? എനിക്ക് എന്തിനാ നാണം? എനിക്കിങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒരാളെ അറിയാണ്ട് എങ്ങനെ ജോക്കിയാ ഞങ്ങൾ ഇഷ്ടമൊക്കെ പറയുന്നത് അറിയണ്ടേ? ഹലോ ഞാനൊരു കാര്യം പറയട്ടെ. ആ ഐ ലവ് യു ഐറ എന്ന് പറയാൻ നിനക്കുള്ള ഗട്സ് ഉണ്ടോ? ഇല്ല. Why? ഏ, Are you gay? അല്ല എനിക്ക് ധൈര്യമില്ല. You are gay. നോ എനിക്ക് ധൈര്യമില്ല ജോക്കി. Why are you not gay? വയ്യായുകെ അങ്ങനെയാണ് Why are you gay? ജോക്കി വിട്ടാ ഐറ ഇങ്ങോട്ട് വന്നേറാ. ഐറ ഇങ്ങോട്ട് വന്നേറാ. Okay. എടാ ഇങ്ങർക്ക് എന്തിന്റെ കേടാ എനിക്ക് അറിയാൻ മേലാണ്ടോ ചോദിക്കോ? ഞാൻ എന്താ പറഞ്ഞു? ശരിക്കും അല്ല. ഒന്ന് ഒരാൾ പറ. കോത്തി പറ്റണ അയ്യേ അതൊരു കോത്തി പറ്റണ ഒന്നുമില്ലല്ലോ. അണ്ണനെ കൊരങ്ങുന്നു. അല്ല കോത്തി എണ്ണെന്ന് വിളിച്ചാൽ മതി അല്ലേ? കോത്തിയാണ്. അയ്യേ അയ്യേ. എടാ ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, എനിക്കൊരു പെണ്ണുങ്ങളത് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ സംസാരിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന പറഞ്ഞ അനിയനല്ലേ സംസാരിക്കാൻ അല്ലേ? ഞാൻ ഒരു കാര്യം പറട്ടെ, ചന്ദ്രൻ എന്റെ അടുത്ത് വന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളതാ. അവനെ ഒന്ന് ഇതാക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കാത്ത കാരണം എനിക്ക് താല്പര്യമില്ല. അപ്പൊ കറക്റ്റ്. അപ്പൊ മറ്റേ കോത്തിയെണ്ണം തന്നെ കോത്തിയെണ്ണം. പാട്ടി തട്ടി ഞാനല്ല. ഞാനുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു മിനിറ്റ്. ഐറ ഒന്ന് ചെയ്തു കൊടുത്താവോ ഐറ? Can you close your eyes? Close your ears. Yeah, sure. എടാ കഴിവറാ മോനെ. പെട്ടെന്ന് പട്ടണത്തിൽ പോലും ലാസ്റ്റ് നീ മാത്രമേ ഉള്ളൂ ലോകത്തൊരാണെന്ന് പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ് നീ. ഞാൻ കഷ്ടപ്പെട്ട് ആ കൊച്ചിനെ ഒന്ന് നിനക്ക് വേണ്ടിയിട്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ച് നോക്കുന്ന സമയത്ത് നീ പുഴ കഴിയുന്ന കണക്ക് എവിടെ ഇറങ്ങി പോവാടാ? അല്ലെ നീ എന്റെ ഒരു ലോങ് ടൈം ഫ്രണ്ട് ആയതുകൊണ്ട് അത് ചെവി പൊത്തി നിൽക്കോ? നീ പറഞ്ഞു ചെവി പൊത്തി നിൽക്കോ? അല്ല ഞാൻ എന്തിനു പറയാ? അല്ല ജോക്കി കാര്യം ഞാൻ ജോക്കി 2 പേരെ ഈ കൊച്ച് ഞാൻ കൊല്ലും, ഞാൻ ഇവനെ കൊല്ലും. എന്റെ ഭൂമി എന്ത് അല്ല അലീന ഒരു കാര്യം ചോദിക്കട്ടെ, അലീന എനിക്ക് ഭൂമിനെ അറിയോ? ഫോൺ നമ്പർ ഉണ്ടോ? ആരെയാ ഫ്രണ്ട്? നമ്പർ വെച്ചോ. എനിക്ക് വേണ്ട നമ്പർ വേണ്ട. കാര്യം പറയാത്തത് നല്ല പെണ്ണ. നീ കൊണ്ടുപോയി അമ്മയെന്ന് വിളിച്ചോണ്ട് ചെല്ലും. ഇത് ഞാൻ വിചാരിക്കുന്ന ഷേക്ക് തന്നെ അല്ലേ? അല്ല അതല്ല ഭൂമിയാണെങ്കിലേ ഒരു ഇതുണ്ടായിരുന്നു ആ സംസാരത്തിലെന്ന് വെച്ചാ
അങ്ങനല്ല അവര് വൈബ് ഉണ്ടായിരുന്നു, മനസ്സിലായ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിരുന്നു. ഇന്ന് പരിചയപ്പെട്ടുള്ളൂ, അപ്പൊ തന്നെ നമ്മള് തെറി വിളിച്ച് ചിലര് പറയുന്ന ബ്രേക്കപ്പ് ആയിരുന്നേ. ഇത് ഇപ്പൊ പണി പാളും. ഒരാള് എന്റെ സ്ട്രീം കാണുന്നുണ്ട്. ഓക്കെ, ആണോ? വാറ്റന് എന്താ പറഞ്ഞ? ഭൂമിയുടെ കാര്യോ? ഭൂമി സിംഗിള. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയില് വെള്ളമുണ്ട്, ഭൂമിയില് ലാൻഡുണ്ട്, ഭൂമിയില് കുറെ ബിൽഡിംഗ് ഉണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൂര്യന് തൊട്ട് അടുത്തായിട്ടല്ല, എന്നാലും ചന്ദ്രൻ ഭൂമിനെ നോക്കി നിൽക്കും. വെള്ളമുണ്ട്, ഭൂമിയിൽ വെള്ളം. തക്കുളു ജോലിക്കോ, ജോലിയുണ്ട്. അജയ് പൊക്കാല് ജോലിക്ക് പോ. എന്തിനാ? സോറി ഗൈസ്, ഞാൻ ഇപ്പോൾ വന്നുള്ളൂ വാട്സാപ്പിൽ. അത് തക്കുളു, ഞാൻ ഒരു ഭൂമി വാങ്ങുന്നൊരു കാര്യം സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ മോബി മോനെ, ഓക്കെ. ടോണി സപ്പേ, താങ്ക്സ് ഫോർ ദ കിക്ക്, താങ്ക്സ് സോ മച്ച്. എന്ത് ഫ്ലൈറ്റ് എപ്പളാ? ചത്ത് ഞാൻ ചത്ത്. ജോക്കി തീരുമാനമായ വെള്ളിയില് വേറെ ആള് തീരുമാനമായി. ഓക്കെ ശരി, ജീവിതം പോയി. വീട്ടിൽ ഇനി ഹെൽമെറ്റ് വെക്കണമല്ല. സത്യം. ഇല്ല പ്രശ്നം. ജീവിതം പോയി. രായ അതെ ഷോ വേറൊരാള് കണ്ടോണ്ടിരിക്കരുത്. ഞാൻ പറയട്ടെ, ഞാൻ ക്ലൂ തരാം. മറ്റേ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതെ പുറത്ത് പിടിച്ച് മനസ്സിലായില്ലേ? കണ്ടോണ്ടിരിക്കുന്നതല്ല, പോയി ജീവിതം പോയി. പപ്പടത്തിന് വേണ്ടിട്ട് തിളച്ച എണ്ണ വല്ലതും പറന്നു വരും. ഇല്ല ശരി. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും വന്നപ്പോ നിനക്ക്